ഹലോ, എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഞങ്ങൾ ഇന്നുള്ളത് ഉറുദൂക്കി മല, അതായത് കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടിക്കടുത്ത്, തൊട്ടിൽപ്പാലിൽ നിന്നും കുറ്റ്യാടിക്കുന്ന അടുത്താണ് ഉറുദൂക്കി മല. അവിടെയാണ് ഇന്നുള്ളത്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് സഞ്ചാരികൾ വരുന്ന സ്ഥലമൊന്നുമല്ല, എന്നാലും ഇവിടെ അടിപൊളി സ്ഥലമാണ്. യൂട്യൂബിലൊക്കെ കുറേ വീഡിയോസ് ഉണ്ട്. ഓണത്തിന് വന്നിട്ട് കിട്ടാത്ത പൂവ് ഇപ്പോൾ ഇവിടെ കണ്ട് പറിക്കാനാവും. നോക്കട്ടെ, ഓണത്തിന് അന്നേരം ഇവിടെ ആമ്പൽ പറിക്കാൻ വന്നേരം ആമ്പലില്ലേനും അടുത്തില്ലേനും. മണല്ലേ ഉണ്ടാവൂലേ? ഞങ്ങൾ പോകുന്നത് കൈവേലി ടൗണിൽ കൂടെയാണ്. കക്കട്ട് നേരെ കൈവേലി. ഇപ്പോൾ കൈവേലിയിൽ നിന്ന് നേരെ വലത്തോട്ട് പോയിട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇത് പുതിയ മലയോര ഹൈവേ, പണി കഴിഞ്ഞിട്ട് അധികമൊന്നും ആയില്ല. ഇപ്പോൾ മലയോര ഹൈവേ കൂടെയാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ലെഫ്റ്റിലേക്ക് തിരിയണം. അതായത് ഈ സ്കൂളിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് പിന്നെ ചെറിയ റോഡാണ്, കുറച്ച് മലയൊക്കെ കയറാനുള്ള റോഡുകളാണ്. പക്ഷേ നല്ല ഭംഗിയാണ്, നല്ല ഗ്രാമമാണ്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഈ ഇടത്തേക്കുള്ള വഴിയാണ്. കുത്തനെയുള്ള കയറ്റാണ്. ആ റോഡ് നേരെ പോയാൽ നമുക്ക് കരിങ്ങാട് അങ്ങാടിയിലേക്ക് പോകാം. അത് കഴിഞ്ഞ് പിന്നെ തൊട്ടിൽപ്പാലം അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ നല്ല വളവുകളുണ്ട്, നല്ല കയറ്റമാണ്, ചെരിവുണ്ട്. അപ്പോൾ ഇത് വഴിയാണ് നമുക്ക് ഇവിടെ പോകേണ്ടതെന്ന് വെച്ചാൽ ഉറുദൂക്കി മലയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഈ കോൺക്രീറ്റ് റോഡാണ് നമുക്ക് പോകേണ്ടത്. ഈ കോൺക്രീറ്റ് റോഡ് കുറച്ച് ദൂരമേ ഉള്ളൂ, ബാക്കി പിന്നെ മൊത്തം എന്താ പറയുക ഓഫ് റോഡാണ്. അപ്പോൾ ശ്രദ്ധിച്ച് പോകണം, കാറ് പോകില്ല, ജീപ്പിൽ പോകും, ബൈക്കും പോകും, പക്ഷേ ശ്രദ്ധിച്ച് പോകണം. അങ്ങനെ ഇതാ ഫെൻസിങ്ങിലുള്ള സ്ഥലം. ഇവിടെ ആനയുണ്ട്, വലിയ ബുദ്ധിമുട്ടില്ലാന്ന് തോന്നുന്നു. നാച്ചുറലായി ഇവിടെ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന്. അങ്ങനെ ഇവിടെ എത്തി. ഡേഞ്ചർ, അപകടമെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ റിസോർട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു റിസോർട്ടുണ്ട്, അതിൻ്റെ ഇവിടെയാണ് ഇവിടെ വണ്ടി നിർത്തുക. ഇവിടെ കാറും കൊണ്ടുവരാൻ പറ്റില്ല. കാറ് കുറച്ചൊരു ഒരു 3 കിലോമീറ്ററിനടുത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും 3 കിലോമീറ്ററിനടുത്ത് റോഡിൽ നിന്ന് ഇവിടത്തേക്കുണ്ട്. ഇപ്പോൾ ജീപ്പെല്ലാണെങ്കിൽ വരാൻ പറ്റും. ഇവിടെ ഒരു ബോട്ടിൽ ബൂത്ത് ഉണ്ട് കേട്ടോ. ബോട്ടിൽ ബൂത്തല്ല, എല്ലാം കൂടെ സ്വരൂപിക്കുന്നതെന്ന് തോന്നുന്നു. മിനി MFC 14,45,000 പ്രൊജക്റ്റ്. സർക്കാർ റേറ്റ് ഉണ്ട്.
അപ്പോൾ വരുന്നവരെല്ലാം പ്ലാസ്റ്റിക് ഇതിലിടുന്നതാന്ന് തോന്നുന്നു, കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വണ്ടി ഇവിടെ നിർത്താം, ജീപ്പ് എടുത്ത് തന്നാൽ നമുക്ക് ഇവിടുത്തെ വരാം. വണ്ടി ഒരു പണിയായിട്ടാണ് ഇവിടുത്തെ വരുന്ന റോഡ് മഹാബദ്ധ. ഇത് അപ്പോൾ ഇതാണ് എൻട്രൻസ്, ഇത് റിസോർട്ടിൻ്റെ ഗേറ്റ്. അപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് ഈ ഒരു സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് പോവാം. ശ്രദ്ധിക്കണം, ഫോറസ്റ്റ് ഏരിയ ആണ്, അതുകൊണ്ട് പിന്നെ പെരുമ്പാമ്പ് പാമ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നോക്കി നടന്നു. വഴിയുണ്ട്, ഇതന്നെ വഴി. ശ്രദ്ധിക്കണം ഇത്രേ പറയാം. ഇതാണ് നമ്മളെ വന്ന വഴി. ആഹാ എന്താ രസം. ഇതിപ്പോൾ ഏത് ഏരിയ ആയിരിക്കും? തോട്ടിൽപ്പാല കുറ്റ്യാടി എവിടെ? കേരം നിറഞ്ഞ നാടായതുകൊണ്ടാണ് കേരളം എന്ന പേര് വന്നത് അല്ലേ? അടിപൊളി. ഇപ്പം മഴയെല്ലാം കഴിഞ്ഞുകൊണ്ട് കുറച്ച് കാട് കയറിയിട്ടുണ്ട്. പക്ഷെ ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് വഴികളൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്ത് ജന്തുക്കളുണ്ടോ നോക്കണം. അപ്പോൾ വരുമ്പോൾ ഇവിടെ എല്ലാം ഫെൻസിങ് ആണ് കേട്ടോ, വൈദ്യുത ഫെൻസിങ്. ഇതാ അവിടെയാണ് റിസോർട്ട്. ആ മേലെ കാണുന്നതൊക്കെ ഫോറസ്റ്റ് ആണ്, പക്ഷെ തെങ്ങ് കാണുന്നുണ്ടല്ലോ, തെങ്ങെത്തി. ഇവിടെയൊക്കെ ആന വരുന്നുണ്ട് ഇതിൻ്റെ മേലെ. അതുകൊണ്ടാണ് ഈ ഫെൻസിങ് വെച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി വെച്ചായിരിക്കും, അതായത് റിസോർട്ടിന് വേണ്ടിയിട്ട് വെച്ചതായിരിക്കും. 24 മണിക്കൂറും പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഷോപ്പ് അടിക്കുമോ? ആ സൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ, പോയി ആരും കയറി പിടിക്കണ്ട. ഇവിടെ ഇപ്പോൾ മുന്നേ ഇതൊന്നും ഇല്ലായിരുന്നു, അതായത് ഇതേപോലെ വേലിയെല്ലാം വെച്ചിട്ടുണ്ട്, അതായത് അപകടം പറ്റാണ്ടിരിക്കാൻ. താഴെ വീണാൽ ആരും കാണുമില്ല. ഇവിടെ എല്ലാ സമയം ആളുണ്ടാവില്ല, അതുകൊണ്ട് താഴെ വീണ ആരും കാണുമൊന്നുമില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു അരുവിയുണ്ട്, ഇതിൻ്റെ ഇടയില്ല. ഈ കാടായതുകൊണ്ടൊന്നും കാണുന്നില്ല, ശബ്ദം മാത്രം കേൾക്കാം. റിസോർട്ട് ഇങ്ങനെ നൽകുന്നത് ആ ചവിട്ടി വരി. ഫോൺ എടുത്ത് കീശലിട്ടത്. അതാ റിസോർട്ടിലൊരു പൂളെല്ലാം ഉണ്ട്, ഞങ്ങൾ ഒരിക്കൽ കാര്യക്കുന്നു. കാണുന്നത് ഫോറസ്റ്റ് ഏറ്റവും മേലുള്ളത്. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് കുറ്റ്യാടിക്കടുത്ത്, തൊട്ടിൽപ്പാലത്താണ് കുറച്ചുകൂടെ അടുത്ത്. തൊട്ടിൽപ്പാലത്ത് നിന്ന് കരിങ്ങാട് നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉണ്ടാവും. ഒരു മലയോര പ്രദേശമാണ് കരിങ്ങാട് എന്ന് പറയുന്നത്. എന്താ പറയുക, കുറച്ചുകൂടി എല്ലാ ചുറ്റുപാടേക്കാളും കുറച്ച് ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ 2 സ്ഥലമുണ്ട്. ഒന്ന് ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ പെട്ടെന്നാണ്. ആദ്യം നമുക്ക് അവിടെ കയറാൻ പറ്റുമായിരുന്നു. സെക്കൻഡ് വരുന്നതിന് കൊരണപ്പാറ. ഇപ്പോൾ അത് ഫോറസ്റ്റിൻ്റെ ഏരിയയിലാണുള്ളത്. അവിടെ കയറി പോകാൻ പറ്റും, ട്രക്കിന് പറ്റിയ ഏരിയയാണ്. പക്ഷേങ്കിൽ അത് ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ തന്നെയാണുള്ളത്. പക്ഷേ ഇപ്പോൾ അതൊരു വേലൊക്കെ വെച്ചിട്ട് അങ്ങനെയാണുള്ളത്.
അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു മലയാണ് ഇത് ഉറുദൂക്കി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന പാറ എൻ്റെ അടിയിൽ ഒരു എന്താ പറയുക ഒഴിഞ്ഞത് പോലെയാണ്. അപ്പോൾ അങ്ങനെ ഉറി തൂക്കിയതുപോലെ. ആ, അതുകൊണ്ടാണ് ഈ ഉറുദൂക്കി മല എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇതിൻ്റെ മേലോട്ട് കാണുന്നത് ഫോറസ്റ്റ് ആണ്. ബേക്കിലൊരു ആനയെല്ലാം അങ്ങനെ പറയുന്നെടുക്ക്. ആ അല്ല, കണ്ടിട്ട് ആൾക്കാർ കാണാൻ. ആ, അപ്പം നമുക്ക് കാണാൻ പറ്റില്ല. വെച്ചാൽ ഇപ്പം കണ്ടാൽ കണ്ടെത്ര. ഇപ്പോൾ ബൈക്കിലൊരു റിസോർട്ടുണ്ട്. റിസോർട്ടിൻ്റെ അതുവഴിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു എൻഡ് കേട്ടോ. എൻ്റെ താഴെ നല്ല എന്താ പറയുക കൊക്ക പോലെ താഴ്ചയാണ്. താഴോട്ട് പിന്നെ പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. അപ്പോൾ അപകടം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത്. ഇവിടെ അപകടം പറ്റിയാൽ ഇവിടെ ആരും ഉണ്ടാവില്ല. അതാണൊരു മെയിൻ കുഴപ്പം. ഒറ്റക്കെല്ലാം വന്നാലും ആരും ഉണ്ടാവില്ല ഇവിടെ. പക്ഷെ നല്ല രസമാണ്. വൈകുന്നേരം രാവിലെയൊക്കെ വന്നാൽ അടിപൊളിയാണ്. ഇവിടെ നല്ല കാറ്റല്ല ആ സമയത്തും. പിന്നെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാവരും ഇവിടെ പ്ലാസ്റ്റിക് ഇടുന്നുണ്ട്. അതിന് പുറത്തൊരു എന്താ പറയുക ബോട്ടിൽ ബൂത്ത് എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമുണ്ട്. അപ്പം അങ്ങനത്തെ വേസ്റ്റൊക്കെ അവിടെ ഇട്ടാൽ കുഴപ്പമുണ്ടാവില്ല. നമ്മൾ തന്നെയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വൃത്തികേടാക്കുന്നത്. ഫുഡ് കൊണ്ടുവരും, കഴിക്കും. പക്ഷേ നല്ല കാര്യമാണ്. പക്ഷേങ്കിൽ തിരിച്ചു കൊണ്ടുപോകും അല്ലേ? വേസ്റ്റ് തിരിച്ചു കൊണ്ടുപോകും. അപ്പം നല്ല രസമാണ് ഇവിടെ. എല്ലാവരും കൂട്ടത്തോടെ വരിക, എൻജോയ് ചെയ്യുക. ഒരു മഴത്തെല്ലാം വന്നാൽ അടിപൊളിയായിരിക്കും. വഴുക്കൽ നോക്കിയാൽ മതി. അപ്പോൾ ഹെവി ഫുഡാണ് മിച്ചർ. പിന്നെ നല്ല ഒരു സ്നിക്കേഴ്സ്, പിന്നെ കേക്കില്ലേ, പിന്നെ കേക്ക്. നല്ല വെയിൽ. ഞങ്ങൾ സമയത്തിൽ ഇപ്പോൾ 12:45 രാവിലെ വൈകുന്നേരം അടിപൊളിയാണ്. രാവിലെ എല്ലാം നല്ല കോടയെല്ലാം കാണാം. ഈ വേലത്ത് കുത്തിന് ഇങ്ങനെ ഫുഡ് കഴിക്കും. ചൂടാ അങ്ങനെ വേലത്ത് കുത്തി നോക്കി വേലത്ത് കുത്തിനിട്ട് നല്ല കേക്കില്ല. ഇതിൽ മറ്റേ മുന്തിരി ഉണ്ട്, ഉണക്ക മുന്തിരി. ഇത് അട്ട അടിച്ചെന്നെ തോന്നുന്നു കേട്ടോ. എൻ്റെ കാലും കണ്ടോ, കാണുന്നുണ്ടോ ചോര? ഇവിടെ അട്ട ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം ഇരുന്നപ്പോഴാണ് ശ്രദ്ധിച്ചത്. പക്ഷെ എൻ്റെ കാലമൊന്നും കറിയില്ല. ചോര വരുന്നു. വരുന്ന വഴിക്ക് വെള്ളത്തിൽ കാലുത്തിക്കണം, അങ്ങനെയാന്ന് തോന്നുന്നു. അട്ടനെ കാണുന്നില്ല. എന്താ എപ്പോഴോ ഇറങ്ങിപ്പോയി. ഇപ്പോൾ വരുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മിക്സർ തിരിച്ചൊക്കെ കഴിഞ്ഞ് എന്നാൽ തിരിച്ചു പോലെ. അപ്പോൾ പ്ലാസ്റ്റിക് ഒക്കെ നേരെ എന്ത് ചെയ്യുക, കൊണ്ടുവന്നത് അങ്ങനെ തന്നെ തിരിച്ചു കൊണ്ടുപോകാം. അപ്പോൾ ഇനി അട്ടനെ തപ്പട്ടെ. ഇനി അട്ട ഉള്ളത് നോക്കട്ടെ. പോകുന്ന പോക്കിൽ നോക്കണം. പിന്നെ ഇത് കടിച്ചാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതെന്തോ ഒരു ദ്രാവകം നമ്മളെ ബ്ലഡിലേക്ക് പുറത്തു വിടും. അപ്പോൾ ഈ രക്തം കട്ട പിടിക്കാണ്ട് വന്നുകൊണ്ടിരിക്കും. ഈ അട്ട പോയാലും പോയതിന് ശേഷം കുറച്ച് സമയം എന്ത് ചെയ്യും, ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ അങ്ങ് നിന്ന് പോവും. അട്ടനെ ഒരിക്കലും പറിച്ചെടുക്കരുത്. പറിച്ചെടുത്താൽ അതിൻ്റെ പല്ല് അവിടെ നിൽക്കുന്നറിയാം, മുള്ള്. അപ്പോൾ അത് നിന്നാൽ പിന്നെ അത് ഒരു എന്താ പറയുക പഴുത്തിട്ട് ബുദ്ധിമുട്ടാവും. ഒന്നിക്കുണ്ടെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ ലൈറ്റർ വെച്ചിട്ട് നല്ല ചൂടാക്കി കൊടുക്കും. പിന്നെ ഒരു സമയം കഴിഞ്ഞാൽ ഇത് കുറേ ബ്ലഡ് കുടിച്ചു കഴിഞ്ഞാൽ അത് സ്വതവേ പിന്നെ വീട് പോകും.
വേനേറ്റ് ഉരുണ്ടുന്ന ആ ചൂട് കിട്ടുമ്പോൾ ഇതെന്ന് വെച്ചാൽ വെള്ളം കൂടുതൽ അതിന്, അതായത് ഇത് മറ്റേ ലീച്ച്, അതായത് ഒച്ചിൻ്റെ എല്ലാം മർഗത്തിൽപ്പെട്ട സാധനമാണ് ഈ അട്ട. അതുകൊണ്ട് ഇവർക്ക് ജലാംശം ചോരയല്ല, എല്ലപ്പോഴും ചോര കിട്ടൂലല്ലോ, അല്ലാണ്ട് ഇതൊന്നും കഴിക്കുക. ചോര കാട്ടുന്നെല്ലാം മറ്റേ പന്നീൻ്റെ മേലും ഇങ്ങനെ ഓരോന്നും മൃഗത്തിൻ്റെ മേലും കയറും. ചോര തന്നെ വേണം. അല്ലാണ്ട് ഇവരെന്നാ വേറെ കഴിക്കുക എന്നാണ് അറിഞ്ഞൂടെ. ഇവിടെ വെയിൽ കുറവാണ്, പക്ഷെ ഭയങ്കരമായിട്ടുള്ള ചൂട്. വെയിൽ കുറവെന്ന് വെച്ചാൽ ഈ കാർമേഘം മൂടിയുണ്ട്, പക്ഷേങ്കിൽ നല്ല ചൂടുണ്ട്. ഉച്ച സമയമായി ഒന്നാമത്. ഇവിടെ ഒരു കുറച്ച് ആൾക്കാരായിട്ട് വന്നിട്ട് ഇങ്ങനെ ഫാമിലി ആയിട്ടെല്ലാം വന്നിട്ട് ഇരിക്കാനെല്ലാം പറ്റിയ സ്ഥലമാണ്. കുട്ടികളുണ്ടാകുമ്പോൾ ശ്രദ്ധിക്കുക. ലവേഴ്സിന് വരാം, ലവേഴ്സിനും ഇവിടെ വന്നിരിക്കുക. അതായത് ഒരു ശല്യമില്ലാത്ത സ്ഥലം. ലവേഴ്സിനും വരാം, ആർക്കും വരാം. അങ്ങനെ പ്രായഭേദമന്യേ എല്ലാവർക്കും വരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മുടെ ഉറുദുക്കീൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബേഴ്സ് കൂടിയാലാണ് നമുക്ക് ഒരു എന്താ പറയുക, വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനം കിട്ടും. തന്നെ ഒരു പ്രോത്സാഹനം എന്ന രീതിയിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ അതിൽ ചിലവൊന്നും ഇല്ലാത്ത കാര്യമാണല്ലോ. ഒരു ഇങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചളി കേൾക്കാൻ പറ്റും. ഇവിടെ ചളി ഇങ്ങനെ കേൾക്കാം. എന്നാ ഓക്കെ, ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു. അപ്പോൾ ഇനിയും വീഡിയോസ് വരും. നല്ല നല്ല വീഡിയോസ് വരാൻ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നല്ല നല്ല വീഡിയോസ് ചെയ്യാം. അപ്പോൾ ഒരു ദൂരെയൊക്കെ യാത്രയൊക്കെ ചെയ്ത് പോകണമെന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ യൂട്യൂബേഴ്സാണ്. എന്നാൽ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഈ രണ്ട് എന്താ പറയുക, ഈ മലേൻ്റെ ഇടുക്കിലാണ് ഒരു അരുവിയുള്ളത്. കാണാൻ പറ്റുന്നില്ല, വേനൽക്കാലത്ത് കുറച്ചുകൂടെ കാണാം. അപ്പോൾ ഈ കാട് കുറച്ച് കുറയുമല്ലോ, സൗണ്ട് മാത്രം കേൾക്കാം. പോലെ അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 24 hours എന്നാണ് കാണിക്കുന്നത്, അതായത് ഈ ഫെൻസിങ്ങിൻ്റെ. അപ്പോൾ എല്ലാ സമയവും പിന്നെ അതിൽ കറണ്ട് ഉണ്ടാവും. ഇതല്ല, ഇത് ഷോക്ക് അടിക്കില്ല. ഇല്ല, അതിൻ്റെ അപ്പുറത്തുള്ള. എന്നാൽ ആരും തൊട്ടൊന്നും കളിക്കണ്ട കേട്ടോ, അപകടം വിളിച്ചു വരത്ര. ഇതിൻ്റെ നേരെ പുറകിലാണ് റിസോർട്ട്. വീട് നട്ട കയറി നോക്ക്, ഒരു ഐഡിയ കിട്ടുന്നില്ല. ഞാൻ വണ്ടിയില്ല, ചാവി എടുത്തില്ല. നടക്ക്. അതാ എനിക്ക് പേടിയല്ലാണ്ട് വേറെ ഒന്നും അറിയാം. കാണുന്നൊക്കെ ഫോറസ്റ്റാട്ടോ, മല. ഇതാ റിസോർട്ട് കേട്ടോ. ഇത് മറ്റേ ഇതെന്തേനും ഗ്രാമ്പു അല്ലേ? ഗ്രാമ്പു കൃഷിയുണ്ട്. നാച്ചുറൽ ഫെൻസ്. ഇതാണ് ബൈക്ക് വെച്ച സ്ഥലം അല്ലേ? ഇപ്പോൾ ചെറിയൊരു കോമഡിയാണെന്ന്. ഇവളെ കാലം മേലെ അട്ട കയറി. അട്ട ഇവർക്ക് ഭയങ്കര പേടിയാണ്. ഇവളെ കൂക്കിയിടുന്ന കേട്ടിട്ട് ഞാൻ വിചാരിച്ച് എൻ്റെ മുന്നിൽ പാമ്പാറ്റാണ്. ഞാൻ ചവിട്ടി പോകണ്ട വെച്ചാൽ ഞാൻ തുള്ളിയതാണ്. പിന്നെയാണ് ഈ പറയുന്നത് കാലം മേലെ അട്ട ഉണ്ട്. അയ്യോ, ഇവിടെ ആരും കൊണ്ടെങ്കിൽ ഓടി വരും. ഇപ്പോൾ ഓരോ കോമഡികളെ.